മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ മാർക്കോയുടെ അടുത്ത് ആ ഒരു അമ്മ വന്നിട്ട് ആ വേല് മാർക്കോയുടെ നെഞ്ചിൽ ഇങ്ങനെ തൂക്കണ സമയത്ത് മാർക്കോയ്ക്ക് പതിയെ ബോധം വരുന്നുണ്ട്. ബോധം വന്നതും ആ അമ്മ പറയുന്നുണ്ട്, ഈ വേല് കയ്യിൽ നിന്ന് പോയല്ലേ, ഇതൊരിക്കലും കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നതല്ലേ എന്ന് ചോദിക്കുമ്പം മാർക്കോ പറയുന്നുണ്ട്, അത് ആക്സിഡൻ്റ് ഇടയ്ക്ക് പോയത് ഞാൻ കണ്ടില്ല അമ്മേന്ന്. എന്തായാലും അത് ഞാൻ തിരിച്ചു കൊണ്ടുവന്നല്ലോ, ഇനിയിപ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല, അസുഖമൊക്കെ ഭേദമായിക്കോളൂ കേട്ടോ. എന്തായാലും ഞാൻ കുറച്ച് ഭസ്മം കൊണ്ടിട്ടുണ്ട്, അതിപ്പോൾ ഞാൻ നെറ്റിയിൽ തൊട്ട് തന്നാൽ ഇവിടെയുള്ളവർക്കൊക്കെ സംശയമാവും ഇതെവിടെ നിന്ന് വന്നു എന്ന്. അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിക്കാൻ തരാമെന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് ഭസ്മം ഈ മാർക്കോയ്ക്ക് കഴിക്കാനായിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മാർക്കോ ഭസ്മം കഴിച്ചതും ആ അമ്മ ചോദിക്കുന്നുണ്ട്, ഇപ്പം എങ്ങനെയുണ്ട്, ഉള്ളിനൊക്കെ ഒരു തണുപ്പ് തോന്നുന്നില്ലേന്ന് ചോദിക്കുമ്പം, ഓ അമ്മേ, ഉള്ളിലൊക്കെ ഒരു തണുപ്പ് തോന്നുന്നുണ്ട്, നല്ലൊരു സുഖമൊക്കെ തോന്നുന്നുണ്ടെന്ന്. ആ സമയത്ത് അമ്മ പറയുന്നുണ്ട്, ഇനി അധികം ബുദ്ധിമുട്ടൊന്നുമില്ല, എത്രയും പെട്ടെന്ന് അസുഖമൊക്കെ ഭേദമാകട്ടോ എന്നും പറഞ്ഞ് ആ ഒരു അമ്മ പോകുന്നുണ്ട്. ആ അമ്മയ്ക്ക് എന്തൊക്കെയോ ദിവ്യശക്തികളുണ്ട്. ഇനിയിപ്പോൾ ആ അമ്മ ദേവി തന്നെയാണോ എന്നും അറിയില്ല, കാരണം ഡോറൊന്നും തുറക്കാതെ തന്നെ ആ അമ്മയ്ക്ക് അകത്തേക്ക് പോകാനും പുറത്തേക്ക് വരാനൊക്കെ പറ്റുന്നുണ്ട്. അങ്ങനെ ആ അമ്മ പുറത്തേക്ക് വരുന്ന സമയത്ത് ലോപ്പസ് അവിടെ സങ്കടത്തോടെ ഇരിക്കുന്ന കാണുമ്പോൾ ആ അമ്മ പറയുന്നുണ്ട്, മോൻ്റെ കൂട്ടുകാരന് ഒരു കുഴപ്പമില്ല, അവൻ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കുമെന്ന്. പിന്നീട് അമ്മ പോണ സമയത്താണ് അങ്ങോട്ടേക്ക് കണ്ണൻ വരുന്നത്. പക്ഷേ കണ്ണനാണെങ്കിൽ അമ്മയെ കാണണമെന്നില്ല, അമ്മ കണ്ണനെ കണ്ട് ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് കണ്ണൻ ലോപ്പസിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ലോപ്പസിനോട് ചോദിക്കുന്നുണ്ട്, എന്തായി ലോപ്പസ്, മാർക്കോയ്ക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ചോദിക്കുമ്പം, ഞാൻ ഡോക്ടറെ കണ്ടിരുന്നു, ഡോക്ടർ പറഞ്ഞത് ഇപ്പം മാർക്കോ ജീവനും മരണത്തിനും ഇടയ്ക്കുള്ള ഒരു നൂൽപ്പാലത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കണേ, എന്തായാലും എല്ലാവരെയും സഹായിക്കുന്നവനല്ലേ, അതുകൊണ്ട് ഈശ്വരൻ കൈവിടില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാമെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. ആ സമയം കണ്ണൻ പറയുന്നുണ്ട്, ഞങ്ങളെല്ലാവരും അവന് വേണ്ടി മനസ്സുരുക്കി പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കാണാതിരിക്കില്ല, അവൻ എത്രയും പെട്ടെന്ന് ബോധം തെളിഞ്ഞ് പഴയ രീതിയിലേക്കാവുമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഹാലക്ഷ്മിയെ, മഞ്ജുവിനെ, ലേഖേനെയാണ്. ലേഖ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വഴിപാടൊക്കെ നടത്തിയെന്ന് ചോദിക്കുമ്പോൾ, ലേഖ, അതുമാത്രമല്ല കണ്ണേട്ടൻ്റെ പ്രത്യേകം വഴിപാടുണ്ടായിരുന്നു. കണ്ണേട്ടൻ എന്ത് വഴിപാടാണ് നടത്തിയെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വഴിപാടാണ് കണ്ണേട്ടൻ നടത്തിയത്. കണ്ണേട്ടൻ്റെ ശയന പ്രദക്ഷിണമായിരുന്നു. ഞാനും മഞ്ജുവും ചെല്ലണ സമയത്ത് കണ്ണേട്ടൻ അമ്പലത്തിന് ചുറ്റും ശയന പ്രദക്ഷിണം നടത്തുന്നതാണ് ഞങ്ങൾ കണ്ടത്. അതുമാത്രമല്ല അവിടെ വെച്ച് ഞങ്ങൾ കരുണയുടെ അച്ഛനെയും മുത്തശ്ശിയെയും കണ്ടു. ആ സമയം ലേഖ ചോദിക്കുന്നുണ്ട്, അപ്പോൾ കണ്ണേട്ടനെ അവർ കണ്ടു എന്ന് ചോദിക്കുമ്പം, തലനാരിഴയ്ക്ക് കണ്ണേട്ടൻ അവരിൽ നിന്നും രക്ഷപ്പെട്ടത്. അവരെ നേരത്തെ തന്നെ കണ്ടതുകൊണ്ട് കണ്ണേട്ടൻ അവരിൽ നിന്നും മറിഞ്ഞ് മുഖം തിരിച്ച് കിടന്നു, അതുകൊണ്ട് അവർക്ക് കണ്ണേട്ടനാന്ന് മനസ്സിലായില്ല. അതുമാത്രമല്ല അവർ ഞങ്ങളോട് ഒരുപാട് മോശമായിട്ട് പെരുമാറി ലേഖയെന്ന് മഹാലക്ഷ്മി പറയുന്നുണ്ട്. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, അവരെന്നോട് പറഞ്ഞതിനൊക്കെ ഞാൻ നല്ല മറുപടി കൊടുത്തിട്ടുണ്ട് ലേഖേജി, ഇനി അവരെ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല, എപ്പോഴും അവർക്കൊരു കുത്തിപ്പറയല. എന്തായാലും അവരുടെ കർണമോളേക്കാളും നല്ലവരാണ് ഈ ലോകത്തുള്ള എല്ലാ പെൺകുട്ടികളും, കർണമോളുടെ അത്ര വിഷം ആരുടെയും മനസ്സിലില്ല. ആ സമയത്ത് ലേഖ പറയുന്നുണ്ട്, അത് പിന്നെ പ്രത്യേകിച്ച് പറയാനില്ലല്ലോ, സ്വന്തം ചേച്ചിയുടെ ജീവിതം തകർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അനുജത്തിയല്ലേ അവളൊക്കെ ഇങ്ങനെ ചിന്തിക്കണേന്ന് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, അവളെ ചെറുതിലേ മുതലേ അവളുടെ അച്ഛനും മുത്തശ്ശിയും അങ്ങനെ വളർത്തിക്കൊണ്ട് വന്നേ, അതുകൊണ്ട് അവൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. എന്തായാലും മാർക്കോ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. ഞങ്ങൾക്ക് ഓരോ ആപത്ത് വരുമ്പോഴും ഞങ്ങളെ രക്ഷിക്കാനായിട്ട് ഓടി വരുന്നതോ മാർക്കോയ, അതുകൊണ്ട് അവനൊരാപത്തും വരരുത്, എത്രയും പെട്ടെന്ന് അവൻ സുഖം പ്രാപിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, എടുത്തി ഒന്ന് ടെൻഷനാവാതിരിക്കുക, മാർക്കോയ്ക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല, നമ്മൾ ഇത്രയും പേരും ചുറ്റും നിന്ന് പ്രാർത്ഥിക്കുന്നില്ലേ, നമ്മളുടെ പ്രാർത്ഥന ദൈവങ്ങൾ കേൾക്കാതിരിക്കൂല എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ലോപ്പസും കണ്ണനും കൂടി ഡോക്ടറെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. ഡോക്ടറെ കണ്ടിട്ട് മാർക്കോയ്ക്ക് ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പം ഡോക്ടർ പറയുന്നുണ്ട്, ഇപ്പം പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, എന്തായാലും കുറച്ച് സമയം കൂടി നമുക്ക് നോക്കാം. ആ സമയത്ത് കണ്ണൻ ചോദിക്കുന്നുണ്ട്, ഞാനൊന്ന് മാർക്കോയെ കയറി കണ്ടോട്ടെ എന്ന്. ആ സമയം ഡോക്ടർ പറയുന്നുണ്ട്, അതിനെന്താ കയറി കണ്ടോന്ന്. അങ്ങനെ കണ്ണനും ലോപ്പസും കൂടി മാർക്കോയെ കാണാനായിട്ട് കയറി ചെല്ലുന്ന സമയത്ത് മാർക്കോയ്ക്ക് ബോധം തെളിഞ്ഞിട്ടുണ്ട്. ആ ഒരു കാഴ്ച കണ്ടതും കണ്ണനും ലോപ്പസിനും ഭയങ്കര അത്ഭുതമാവുന്നുണ്ട്. എന്നിട്ട് മാർക്കോ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ, എന്താ കണ്ണൻ സാറേ എന്ന് ചോദിക്കണു. അത് കേട്ടതും ഇപ്പോൾ മാർക്കോയ്ക്ക് കുഴപ്പമൊന്നുമില്ലേ, എല്ലാം ഓക്കെ ആയോ എന്ന് ചോദിക്കുമ്പം, എനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ല കണ്ണൻ സാറേ, എന്നാലും ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഇത്ര പെട്ടെന്ന് ഫലം കാണുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല എന്ന് പറയുമ്പം മാർക്കോ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, കണ്ണൻ സാറിൻ്റെ മഹാലക്ഷ്മിയുടെയും പ്രാർത്ഥന മാത്രമല്ല, എന്നെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുകൊണ്ട് നടക്കുന്ന ഒരു അമ്മയുണ്ട്, ആ അമ്മയുടെ പ്രാർത്ഥനയും പിന്നെ ആ വെയിലിൻ്റെ ശക്തി കൊണ്ടാണ് ഞാനിപ്പോൾ ബോധം തെളിഞ്ഞ.
ആ സമയത്ത് മാർക്കോ കണ്ണനോടൊക്കെ പറയുന്നുണ്ട്, എന്തായാലും നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന ദൈവം കേട്ടു, അതുകൊണ്ടാണ് ഞാൻ ഇത്ര പെട്ടെന്ന് റിക്കവറായേ. എന്തായാലും ഞാൻ മരിച്ചു പോകുന്നതാണ് ഞാൻ വിചാരിച്ചത്. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറയില്ലേ മാർക്കോ, നീ ഇനിയും ഒരുപാട് വർഷം ജീവിച്ചിരിക്കേണ്ടവനാ, മരിക്കേണ്ടവൻ ആ മേഘനാണ്. ആ സമയം മാർക്കോ ചോദിക്കുന്നുണ്ട്, മേഘൻ ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്നും അറിയില്ല, അവനെ ആരെങ്കിലും ഇനി ആസ്പത്രിയിലാക്കിയോ അതോ ഇനി അവൻ അവിടെ കിടന്ന് രക്തം വാർന്ന് ചത്തോന്നൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ മാർക്കോ പറയുന്നുണ്ട്, എന്തായാലും ഞാനൊന്ന് ഇവിടുന്ന് എഴുന്നേറ്റോട്ടെ, അതിനുശേഷം അവൻ്റെ കണക്ക് ഞാൻ തീർത്തോളാം. ഇനി ഒരിക്കലും അവൻ കണ്ണൻ സാറിനും മഹാലക്ഷ്മിക്കും എതിരായിട്ട് വരരുത്, അതിനുള്ള പണി ഞാൻ അവന് കൊടുത്തോളാം. ആ സമയത്ത് ലോപ്പസ് പറയുന്നുണ്ട്, അതൊന്നും ഓർത്ത് നീ ഇപ്പോൾ ടെൻഷനാവണ്ട, എന്തായാലും നിൻ്റെ അസുഖമൊക്കെ മാറി നീ ഒന്ന് എഴുന്നേക്കാൻ നോക്കുമെന്ന്. ആ സമയം മാർക്ക് വിചാരിക്കുന്നുണ്ട്, ഇനി എനിക്ക് കുഴപ്പമൊന്നുമില്ല, എൻ്റെ വേല എൻ്റെ കൈ കിട്ടിയല്ലോ, പിന്നെ എനിക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല. അങ്ങനെ മാർക്കോ ആ അമ്മ വേൽ കൊടുത്ത സമയത്ത് മാർക്കോയോട് പറഞ്ഞ ഒരു കാര്യം മാർക്കോ ഓർക്കുന്നുണ്ട്, എപ്പോഴും ഈ വേൽ മോൻ്റെ നെഞ്ചത്തോട് ചേർത്ത് വെച്ചിരിക്കണം, അങ്ങനെ അത് വച്ചിരുന്നാൽ മോനക്ക് ഒരാപത്തും വരില്ല, ആർക്കും മോനെ ഒന്നും ചെയ്യാനും പറ്റില്ല, ആ വേൽ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുതെന്ന്. ആ ആക്സിഡൻ്റ് ഉണ്ടായ സമയത്ത് ആ വേൽ എൻ്റെ കയ്യിൽ നിന്നും തെറിച്ചു പോയതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഗുരുതരമായത്, അല്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനും ലോപ്പസൊക്കെ ഇങ്ങനെ വെളിയിലിരുന്ന് സംസാരിക്കുകയാണ്. ആ സമയത്ത് ലോപ്പസ് ചോദിക്കുന്നുണ്ട്, സാറേ ആ മേഘനെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ എന്ന് ചോദിക്കുമ്പം, ഇല്ല ലോപ്പസെ, ഒരു വിവരമില്ല, ഇനിയിപ്പോൾ അവൻ ചത്താലും കുഴപ്പമില്ല, അവനെപ്പോലെയുള്ള അസുര ജന്മങ്ങളൊന്നും ഈ ഭൂമിയിൽ ജീവിക്കാതിരിക്കണേ നല്ലത്, എന്നാലും മാർക്കോ വന്നില്ലായിരുന്നെങ്കിൽ അവൻ ഉറപ്പായിട്ടും എന്നെ കൊന്നേനായിരുന്നു. ആ സമയത്ത് ലോപ്പസ് പറയുന്നുണ്ട്, എന്നാലും സാർ എന്ത് മണ്ടത്തരാ കാണിച്ചത്, അവനെ വിശ്വസിച്ച് സാർ അവൻ്റെ കൂടെ പോയി എന്തിനാന്ന് ചോദിക്കുമ്പം കണ്ണൻ പറയുന്നുണ്ട്, അത് ഞാൻ വിചാരിച്ചത് ഞാനും മഹാലക്ഷ്മിയും പിരിഞ്ഞ് നിൽക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ അവൻ എന്നെ കൊല്ലാൻ ശ്രമിക്കില്ല എന്നാണ്, പക്ഷേ അവനക്ക് നേരത്തെ തന്നെ ഞാൻ നടന്നു തുടങ്ങിയെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അവൻ എന്നെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയതാണ്. അവൻ എങ്ങനെയാണ് അത് മനസ്സിലാക്കി സാറേ എന്ന് ചോദിക്കുമ്പം, അതൊന്നും എനിക്കറിയില്ല ലോപ്പസ്, എന്തായാലും അവനക്ക് സത്യങ്ങളറിയാം, ഞാൻ നടന്നു തുടങ്ങിയ സത്യം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അവനക്ക് എന്നോട് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്നും പറഞ്ഞ് അവൻ എന്നെ ആ വിജനമായ സ്ഥലത്തേക്ക് കൊണ്ടുപോയെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഡോക്ടർ വന്ന് മാർക്കോയെ പരിശോധിക്കുന്നുണ്ട്. ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഡോക്ടറെ എന്ന് പറയുമ്പം ഡോക്ടർക്ക് തന്നെ അത്ഭുതമാവുന്നുണ്ട്, ഇത്ര പെട്ടെന്ന് താൻ എങ്ങനെയാണ് റിക്കവർ ആയെന്ന് ചോദിക്കുമ്പം, എനിക്ക് ചുറ്റും ഒരുപാട് പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, അവരുടെ എല്ലാം പ്രാർത്ഥനേൻ്റെ ഫലമായിരിക്കും ഞാൻ പെട്ടെന്ന് തന്നെ ഓക്കെ വന്നതെന്ന് പറയുമ്പം ഡോക്ടർ പറയുന്നുണ്ട്, മാർക്കോ എല്ലാവർക്കും ഒരുപാട് നന്മകൾ ചെയ്യുന്നവനല്ലേ, അതുകൊണ്ടായിരിക്കും ദൈവങ്ങൾ മാർക്കോയ്ക്കൊപ്പം നിന്നത്, എനിക്ക് തന്നെ സംശയമായിരുന്നു മാർക്കോ ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോയെന്ന്. എന്നാൽ ഇനി മാർക്കോയെ റൂമിലേക്ക് മാറ്റാമെന്ന്. ആ സമയത്ത് ഒരു സിസ്റ്റർ വീൽ ചെയറുമായി വന്നിട്ട് മാർക്കോയെ അതിലിരുത്തി പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ആ സമയം നമ്മളുടെ കണ്ണനും ലോപ്പസും ഈ ഒരു കാഴ്ച കണ്ട് ആകെ അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്. ലോപ്പസ് പറയുന്നുണ്ട്, എന്നാലും ഇത്ര പെട്ടെന്ന് മാർക്കോ എങ്ങനെയാണ് പഴയ രീതിയിലേക്ക് വന്ന് കണ്ണൻ സാറേ എന്ന് ചോദിക്കുമ്പം, അത് ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടായിരിക്കും, ഞാനാണെങ്കിൽ ഇന്ന് അമ്പലത്തിൽ പോയി ഏറ്റവും കൂടിയ വഴിപാട് തന്നെയാണ് നടത്തിയത്, ശയനപ്രദക്ഷിണം, അതിൻ്റെയൊക്കെ ശക്തി കൊണ്ടായിരിക്കും മാർക്കോ ഇപ്പോൾ എഴുന്നേറ്റ് വന്നതെന്ന്. പിന്നീട് കാണിക്കുന്നത് മാർക്കോയെ റൂമിലേക്ക് കൊണ്ടുപോയതിൻ്റെ പുറകെ കണ്ണനും ഈ ലോപ്പസും പോകാൻ ഒരുങ്ങുന്ന സമയത്ത് അങ്ങോട്ടേക്ക് കുറച്ച് പേര് സ്ട്രെച്ചർ തള്ളിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ വരുന്നവർ നിൽക്കുന്നവരോട് പറയുന്നുണ്ട്, മാറി നിൽക്ക്, ഒരു ആക്സിഡൻറ്റ് കേസാണ്, ഗുരുതരാന്നും പറഞ്ഞുകൊണ്ട് ഉന്തിക്കൊണ്ട് വന്നെ കാണുമ്പം ഈ കണ്ണനും ലോപ്പസും നോക്കണ സമയത്ത് കാണുന്നത് മേഘനാണ് ആ സ്ട്രെച്ചറിൽ കിടക്കുന്നത്. മേഘനെ കണ്ടതും ലോപ്പസ് കണ്ണനോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇവൻ ചത്തില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, ചത്തില്ലായിരിക്കും, അതാണല്ലോ ഇപ്പോൾ ഇവനെ ആസ്പത്രിയിലേക്ക് കൊണ്ടുവന്നത്, എന്തായാലും അവൻ്റെ ശരീരത്തിൽ നിന്ന് ഒരുപാട് ബ്ലഡൊക്കെ പോയിട്ടുണ്ടാവും, പെട്ടെന്നൊന്നും അവന് ഓക്കെ ആവാൻ സാധ്യതയില്ല, പിന്നെ അവന് എപ്പോഴും ബോധം തെളിയുന്നോ ആ നിമിഷം എനിക്ക് വീൽ ചെയറിൻ്റെ സഹായമില്ലാതെ ജീവിക്കാൻ പറ്റുമെന്നുള്ള സത്യം അവനെല്ലാവരോടും പറയും, പിന്നെ എൻ്റെ ഈ നാടകം മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കില്ല. ആ സമയത്ത് ലോപ്പസ് പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല സാറേ, ഇനിയിപ്പോൾ ഇവൻ കുറച്ച് നാളത്തേക്ക് സാറിന് ഇതിലൊന്നും ചെയ്യാൻ സാധ്യതയില്ല, ഇനിയിപ്പോൾ ഇവനക്ക് ബോധം വന്നാലും അവൻ്റെ കാര്യം മാർക്കോ നോക്കിക്കോളും, ഇനിയിപ്പോൾ കണ്ണൻ സാറ് എഴുന്നേറ്റ് നടന്നു എന്നുള്ള സത്യം മറ്റുള്ളവരറിഞ്ഞാലും പേടിക്കാനൊന്നുമില്ല, കണ്ണൻ സാറും മഹാലക്ഷ്മി മേഡവും അനന്തു സാറിൻ്റെ വീട്ടിൽ തന്നെ താമസിച്ചാൽ മതി. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, അതല്ലെങ്കിലും അങ്ങനെയേ ഉള്ളൂ, ഞാനിനി കമലേശ്വരത്തേക്ക് തിരിച്ചു പോകണില്ല എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ തോമസ് ഡോക്ടറെയാണ്. ഈ സമയത്ത് തോമസ് ഡോക്ടറാണെങ്കിൽ ജയപാലിനോട് പറയുന്നുണ്ട്, മാർക്കോയുടെ ഒരു വിവരം അറിയില്ലല്ലോ, ഞാൻ ആ സാഗറിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറയുമ്പോൾ ജയപാലൻ പറയുന്നുണ്ട്, എന്തായാലും കണ്ണൻ സാറിനെ തന്നെ വിളിച്ചു നോക്കാൻ. അങ്ങനെ തോമസ് ഡോക്ടറാണെങ്കിൽ കണ്ണൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. ഫോൺ ബെല്ലടിക്കണ കേട്ടതും കണ്ണൻ ഫോൺ എടുത്തിട്ട് തോമസ് സാറ് അല്ലോ എന്ന് പറഞ്ഞ് കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. കോൾ അറ്റൻഡ് ചെയ്തും കണ്ണ മാർക്കോയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ, മാർക്കോയ്ക്ക് കുഴപ്പമൊന്നുമില്ല സാറേ, കുറേ സമയങ്ങളോളം അവൻ ജീവിതത്തിനും മരണത്തിനും ഇടയിലായിരുന്നു, പിന്നെ ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടായിരിക്കും ഇപ്പോൾ അവന് ഓക്കെ ആയി, ICUയിൽ നിന്നും
മാർക്കോയെ റൂമിലോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല, ആ മേഘന ഇവിടെ ഗുരുതരാവസ്ഥയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഡോക്ടറെ. ആ സമയം ഡോക്ടർ പറയുന്നുണ്ട്, അവൻ അപ്പോൾ ചത്തില്ലേന്ന് ചോദിക്കുമ്പം ഇല്ല ഡോക്ടറെ, അവൻ ചത്തിട്ടില്ല. ആ സമയം തോമസ് ഡോക്ടർ പറയുന്നുണ്ട്, എന്നാലും അവനൊരു അസുരൻ തന്നെയാലോ, ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും അവൻ വീണ്ടും വീണ്ടും കണ്ണനെ കൊല്ലാൻ ശ്രമിക്കുമ്പം അവനെ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ. എന്തായാലും ഇനി ഇത് കണ്ണൻ ഗൗരവമായിട്ട് കാണണം കേട്ടോ എന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, അവന് ബോധം തെളിഞ്ഞാൽ അതോടുകൂടി എൻ്റെ ഈ അഭിനയം നിൽക്കും സാറേ. പിന്നീട് എനിക്ക് അഭിനയിക്കേണ്ടി വരില്ല. എനിക്ക് എൻ്റെ ഭാര്യയുടെ കൈയും പിടിച്ച് സമാധാനമായിട്ട് ജീവിക്കാം. ആ സമയത്ത് തോമസ് ഡോക്ടർ പറയുന്നുണ്ട്, കണ്ണനും മഹാലക്ഷ്മിയും ഒരുപാട് സൂക്ഷിക്കണം കേട്ടോ എന്ന്. അത് കേട്ടുകൊണ്ട് കണ്ണനിങ്ങനെ നിൽക്കുന്ന ആ ഒരു സീനിലാട്ട് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണ്, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.